പൗരന്റെ മൗലിക അവകാശത്തെ ഹനിക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവാങ്ങണമെന്ന് കേരള നിയമസഭ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച പ്രമേയം സഭ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ പാസാക്കി. ശബരിമലയിൽ സ്വർണം ഉൾപ്പെടെയുള്ള വിലയേറിയ വസ്തുക്കളുടെ വിശദമായ പട്ടിക തയ്യാറാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. റിട്ടയർഡ് ജഡ്ജി KT ശങ്കരനെ ഇതിനായി നിയമിക്കുകയും ചെയ്തു. 2019 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനെന്ന് പറഞ്ഞ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തിരികെ എത്തിച്ചപ്പോൾ തൂക്കി നോക്കിയിട്ടില്ല. 4.5 കിലോയ്ക്ക് മുകളിൽ കുറവുണ്ടായത് മറച്ചുവയ്ക്കാനായിരുന്നോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു. ജസ്റ്റിസ് V. രാജവിജയരാഘവനും ജസ്റ്റിസ് K. വിജയകുമാറും ഉൾപ്പെടുന്ന ദേവസ്വം ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. കരൂർ ദുരന്തത്തിൽ യോഗത്തിലെത്താൻ വളരെ വൈകിയെന്നും വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെന്നും കാണിച്ച് വിജയ്ക്കെതിരെ FIR ഇട്ട് ചെന്നൈ പോലീസ്. ഇതിനിടെ ഇന്നലെ TVK വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് അറസ്റ്റ് ചെയ്തു. ഇന്ന് ദുർഗാഷ്ടമി. വിദ്യാരംഭത്തിന് ഇനി 2 ദിവസം കൂടി. നവരാത്രിയിലെ പ്രധാന ദിനമായ മഹാനവമി ബുധനാഴ്ചയാണ്. കേരളം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഈ ഭരണം മാറിയേ മതിയാകൂ എന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും വീമ്പ് പറച്ചിലല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരള എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കോൺഫെഡറേഷന്റെ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ദോഹയിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഖത്തറിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാപ്പ് പറഞ്ഞു. US പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നെതന്യാഹുവിന്റെ ഈ മനംമാറ്റം. ഇന്ത്യക്കാരനായ ലോറൻസ് ബിഷ്ണോയി നേതൃത്വം നൽകുന്ന ക്രിമിനൽ സംഘത്തെ ഭീകര സംഘങ്ങളുടെ കരിമ്പട്ടികയിൽപ്പെടുത്തി കാനഡ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കനേഡിയൻ സുരക്ഷാ സെക്യൂരിറ്റി അഡ്വൈസർ നതാലി ഡ്രൂയിനും തമ്മിൽ ഡൽഹിയിൽ ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുപ്രധാനമായ ഈ തീരുമാനം. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനെത്തിയ പലസ്തീൻ സ്ഥാനപതി അബ്ദുള്ള അബുഷാവേഷ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോൾ സെന്ററിലേക്ക് വന്ന നടൻ ടൊവിനോ തോമസിന്റെ ആശംസയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കോൾ സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാരിനോട് ആശയവിനിമയം നടത്തേണ്ട ടോൾ ഫ്രീ നമ്പർ 1800-425-678-9. പ്രിയ നടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ കേരളത്തിനു വേണ്ടി ആദരിക്കുന്നു. ഒക്ടോബർ 4 വൈകിട്ട് 5 സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയാണ് മോഹൻലാലിന് ആദരമർപ്പിക്കാൻ എത്തുന്നത്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും വാഹനവും അണിനിരന്നില്ല എന്ന തോന്നലിൽ പ്രകോപിതനായി മന്ത്രി ഗണേഷ് കുമാർ പുതിയ വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് മാറ്റിവെച്ചതായി സ്വയം പ്രഖ്യാപിച്ച് വേദിയിൽ നിന്നിറങ്ങിപ്പോയി. പുതിയ 52 വാഹനങ്ങളുടെ യാത്രാ ഉദ്ഘാടനവും പിഴ സ്വീകരിക്കാനുള്ള 914 POS മെഷീനുകളുടെ വിതരണവുമാണ് മന്ത്രി സ്വയം റദ്ദു ചെയ്തത്. മലയാളത്തിൻ്റെ ആദ്യ സ്വകാര്യ ചാനൽ ഏഷ്യാനെറ്റ് സംപ്രേഷണത്തിൽ 30 വർഷം തികയ്ക്കുന്നു. ദൂരദർശൻ മാത്രമുണ്ടായിരുന്ന മിനി സ്ക്രീൻ ദൃശ്യലോകത്തേക്ക് ഏഷ്യാനെറ്റിന് ശേഷം നിരവധി ചാനലുകൾ എത്തി. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.